ഭരണകൂടം അറിഞ്ഞിട്ടായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഇനി ഇവർക്ക് ഈ പറഞ്ഞ സംഭവം നിർത്താം. രണ്ട് കാര്യം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും പ്രാദേശികവാസികൾ പാലക്കാട് ജില്ലയിൽ നിന്ന് എലപ്പുള്ളി പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്ത്, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചുമപ്പ് ബോർഡ്. എന്താ അറിയോ, 1.5 യൂണിറ്റിന് മുകളിലുള്ള ടിപ്പറുകൾക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക അനുമതി പ്രകാരം അല്ലെങ്കിൽ അതിന് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇതിനുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. നമ്മളവിടെ എത്ര യൂണിറ്റാ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ 2 ആഴ്ച കാലമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെച്ച് കഴിഞ്ഞാൽ MVD പിടിക്കും. കാരണം അറിയോ, 1.5 യൂണിറ്റ് അല്ല, വണ്ടിയുടെ തൂക്കം മാത്രമാണ് MVDക്ക് 1.5 യൂണിറ്റ്. അതിന് മുകളിലേക്ക് 4, 5, 10, 6 ടണ്ണുള്ള വലിപ്പമുള്ള ലോഡുകളും ടിപ്പറുകളും നമ്മൾ ഇതിന് പോകുന്നു. എന്നിട്ട് അത് ചോദ്യം ചെയ്യാനോ അതിനൊരു അപേക്ഷ കൊടുത്താൽ അപ്പൊ അത് മാറ്റിവെക്കും. ഇവിടെ ചോപ്പ് നാട എന്ന് പറഞ്ഞ സംഭവത്തിൽ ചുരുങ്ങി അവിടെ മാറ്റിവെക്കും. കാരണം അറിയോ, അതിലൊന്നും ഇവർക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല. കാരണം അങ്ങനെ ദാക്ഷിണ്യ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ കോടി മാഫികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് പറ്റുള്ളൂ. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തുള്ളി കണ്ണുനീര് പോയാൽ പോലും അവർക്ക് പ്രശ്നമല്ല. അവിടെ ചങ്കിന്ന് രക്തം പോയാൽ അവർക്ക് വിഷയമല്ല. കാരണം അവർക്ക് എന്തറിയോ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യവസായമാണ് ഈ കോറി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കോറി എന്ന് പറഞ്ഞ വ്യവസായമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പല മേഖലയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരോട് സംസാരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് 2-3 കോറി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മണ്ണൂർ കോറി ഉണ്ടായിരുന്നു, ലക്കിടി ഉണ്ടായിരുന്നു. അവിടെയൊന്നും ഇപ്പൊ ഗണന നടക്കുന്നില്ല. കാരണം പല പ്രശ്നങ്ങൾ, പല കാരണങ്ങളുണ്ടാക്കൊണ്ട് ഇത് നിർത്തിവെച്ചു. പാലക്കാട് പ്രാരി എന്ന സ്ഥലത്ത് അടുത്ത് ജനങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം MLA ഇടപെട്ട് അത് നിർത്തിവെച്ചു. പക്ഷെ ഈ പറയുന്ന വെണ്ണടിയിൽ നിർത്തിവെക്കാൻ അവർക്ക് പറ്റില്ല. സ്റ്റോപ്പ് മെമ്പർ ഞങ്ങൾ വേറെ കൊടുത്തു. ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്തു. എന്നിട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്പർ എടുത്തൊരു കോടിയാണ്. ഇപ്പോ 1 മാസക്കാലം മുമ്പ് സ്റ്റോപ്പ് മെമ്പർ കൊടുത്തു. ഇനി നിങ്ങളുടെ പൊട്ടിക്കില്ല. ഇപ്പോഴും രാവിലെ അടക്കം 9-10 മണിക്കിടയിൽ ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കോ 3:30 ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് സുഖമായി കാണുന്നത്. പക്ഷെ ഈ പൊട്ടിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ജീവിതം, തൊഴിലിനും സ്വത്തിനും അവകാശങ്ങളും മുഴുവൻ ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ 2 ദിവസം മുമ്പ് ഒരു പത്രങ്ങൾ ഇന്നലെ മനോരമയിലും മാതൃഭൂമിയിലും റിപ്പോർട്ട് ചെയ്തു 6-7 കോടി മുകളിൽ നഷ്ടപരിഹാരം ആളുകളോട്ട് പറഞ്ഞു കൊടുക്കുകയായി. ഇപ്പോ 2 മാസം 2 കൊല്ലമൊക്കെ വീട് വെച്ച ആൾക്കാരുടെ വീടുകൾ കണ്ടറിയാം. വിണ്ട് കീറിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴ പെയ്തിട്ട് പാടങ്ങൾ മഴ പെയ്യാതെ കൊല്ലങ്ങളായി കൃഷി ചെയ്യാതെ പാടങ്ങളിൽ പോയി നോക്കിക്കറിയാം, വിണ്ട് കീറി നിൽക്കുന്ന പോലെ. ഓരോ ജനങ്ങളുടെ ഇടയിൽ ഈ ഹൃദയത്തിന് വിണ്ടുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിണ്ട് കയറിയ സംഭവങ്ങൾ ജനങ്ങൾ എന്ന് അവസാനിക്കുന്നത്, ഈ പഞ്ചായത്ത് ഭരണം അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് എന്ന് അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ നിമിഷം മതി ഇവർക്ക് ഇത് അവസാനിപ്പിക്കാൻ. ജനങ്ങൾക്ക് അവിടെ സൗകര്യം ചെയ്യുക. നമ്മൾ ഇത്രയുള്ള പ്രദേശത്ത്, വെങ്ങനെയുള്ള ആൾക്കാരുടെ പ്രദേശത്തും ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ ഈ പഞ്ചായത്തിന് ധാരണ കൊടുത്താണോ നമ്മൾ ഇതിന് മുമ്പോ, അതായത് 2017 ശേഷം അതിന് മുമ്പോ നമ്മളിവിടെ വന്നില്ല. കാരണം പറയൂ, നമ്മൾക്ക് അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. പോലീസ് സ്റ്റേഷൻ കയറാൻ ആവശ്യം വന്നിട്ടില്ല. നമുക്കൊരിക്കലുമില്ല. കാരണം അവിടെ സാധാരണ പ്രവർത്തകരാണ്. അവർക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന അവർ ഓരോ ദിവസം അവരുടെ ജീവിതം അന്നം മുന്നാൻ വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കാൻ പോകുന്നത്. ഇപ്പൊ അവർക്ക് പണിക്ക് പോകുമ്പോൾ പേടിയാണ്. കാരണം എന്തറിയോ, ഇപ്പൊ നമ്മുടെ പേരെടുത്ത് പറയാമെന്ന് നമ്മുടെ രാമൂട്ടിന്റെ വീട്, ആ കുട്ടിക്ക് മൈഗ്രെയിന്റെ അസുഖമുണ്ട്. നിങ്ങൾക്കറിയാം, ഡോക്ടർ സുരേഷ് ഇവിടെ നിങ്ങൾക്കറിയാം, ENT സ്പെഷ്യലിസ്റ്റ് പോകാനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ അറിയോ, രാവിലെ ആ കുട്ടി പഠിക്കുന്ന +2 വന്നിട്ടുണ്ട്. ആ കുട്ടി പഠിക്കാൻ പോലും അവർക്ക് സമയമില്ല. രാവിലെ ഈ ചെവിയിലിടയിൽ ഡ്രില്ലർ മെഷീൻ വന്നിരിക്കുന്നത്, അത് സൗണ്ട് അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ആ കുട്ടിയുടെ മൂക്കിന്ന് 2 പ്രാവശ്യം ബ്ലഡ് വന്നു. ഡോക്ടർ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നിനും നിങ്ങൾ അവിടെ വാടകയ്ക്ക് പോകണം, അല്ലെങ്കിൽ ആ സ്ഥലം വേണ്ട വെച്ചിട്ട് പോകാം. കാരണം അറിയോ, അവിടെ നിന്നാൽ ആ കുട്ടിയുടെ ഇത് അവർക്ക് പറയാൻ പറ്റില്ല. മൈഗ്രെയിനുള്ള കുട്ടി അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എങ്ങനെയൊക്കെ കള്ളക്കടം മേടിച്ച് ആ വീടും സ്ഥലവും മേടിച്ച് അവർക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാൻ അവരുടെ സ്ഥലം വിട്ട് ഇവിടുന്ന് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓരോ ആൾക്കാരോടും, ഈ പറയുന്ന വെണ്ണടി നിൽക്കുന്ന ഓരോ ആൾക്കാരോടും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരുണ്ടാവും? നിങ്ങൾ പറഞ്ഞ് ജനിച്ച മടന്ന് ഈ പറഞ്ഞ മണ്ണ് വിട്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. കാരണം അറിയോ, അതെല്ലാവർക്കും ജനിച്ച മണ്ണ് എന്നൊരു അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. ഞാൻ അത് നേരത്തെ പറഞ്ഞു, ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു വെക്കാൻ നമ്മൾ പടാപ്പാട് കൊടുക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് കോടി മാഫികൾ അഴിഞ്ഞാടുന്നു. ആ വഴി കൂടെ അഴിഞ്ഞാടുകൾ ടിപ്പറുകൾ പായത്തിൽ മരണപ്പാച്ചിലെടുത്ത് 4 മണി മുതൽ അവിടെ കല്ലുകയറ്റം തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുള്ളൂ, 4 മണി മുതൽ ഇതിന് പ്രതിഷേധ സമരം നടത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തുക, ഫോണിലൂടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുപാട് ആക്ഷൻ കൗൺസിൽ മെമ്പർമാർക്ക് ഭീഷണി വന്നിട്ടുണ്ട് അവരോട്, ഒരുപാട് ആൾക്കാർ. കാരണം അവർക്ക് പേടിയാണ്, പ്രതികരിക്കാൻ പേടിയാണ്. ജീവന് പേടിയില്ലാത്ത ആരും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചു എത്ര വട്ടം അത് പ്രതികരിക്കും. പക്ഷെ ഇതൊക്കെ പ്രതികരിച്ചുകൊണ്ടോ അവർ ഈ ഭീഷണി കൊണ്ടോ അവർ വേണ്ടാന്ന് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നമുക്ക് പോകാൻ പറ്റുമോ? നമ്മൾ ജനിച്ച മണ്ണിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും ജനിച്ച മണ്ണോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് പോവാത്തത്. അല്ലാതെ വേറെ ഈ സ്ഥലങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെ പേടിച്ചു പോകാൻ തുടങ്ങി എവിടെ പേടിച്ചു തുടങ്ങാം? എവിടെ പേടിച്ചു ഓടിപ്പോവും? പോവാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഈ സമരം നമ്മൾ കഴിഞ്ഞ 2024 ഡിസംബർ 26 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രതിഷേധം ആക്ഷൻ കൗൺസിൽ ഒരു സൂചന മാത്രമാണ്. ഇപ്പൊ അതിന്റെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ സപ്പോർട്ട് കിട്ടി. അവർ തുടങ്ങുമ്പോൾ ഇത് പ്രതിഷേധ സൂചന മാത്രമാണ്. ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിനയ മാഷിന് നന്ദി പറയും. ഇപ്പൊ നമ്മുടെ ഈ പ്രതിഷേധ സമരം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ AICC അംഗം ഹോസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഞാൻ അധികം നീട്ടിപ്പിക്കുന്നില്ല, 2 വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസാരിക്കാൻ ഈ കൂടിന്റെ ടീച്ചർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമായിരിക്കും. നമ്മുടെ പ്രദേശത്തെ ആൾക്കാരോട് സംസാരിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെല്ലടി പ്രദേശത്ത്